ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷ്ണു മീഡിയ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളൊരു പുതിയ അക്വേറിയം പരിചയപ്പെടുത്തുകയാണ്. ഇത് ഞങ്ങൾ തന്നെ വീട്ടിൽ ഒരു വലിയ ഗ്ലാസ് വാങ്ങി അളവിന് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തതാണ്. ഇതിൻ്റെ നീളം ഏകദേശം 2.5 അടിയും വീതി 1.5 അടിയും ഹൈറ്റ് 1 അടിയുമാണ്. ഇത്രയും വലിപ്പമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 2 സൈഡിലും ഒരു സപ്പോർട്ട് ഗ്ലാസ് ഒക്കെ വെച്ചാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഗ്ലാസ് കടയിൽ നിന്ന് വാങ്ങി ഒന്നെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് അറിയാവുന്നവരാണെങ്കിൽ വീട്ടിൽ കൊണ്ട് കട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന അളവിന് തന്നെ അവർ കട്ട് ചെയ്ത് നമുക്ക് തരുന്നതാണ്. ഇപ്പം നമുക്ക് കട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് നമ്മൾ വലിയൊരു ഗ്ലാസ് വാങ്ങി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പം നമ്മളിതുപോലുള്ള അക്വേറിയങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള സ്ഥല സൗകര്യം എല്ലാം നോക്കി വേണം വെക്കാൻ. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ ഒരെണ്ണം ഉണ്ട്, ഇത് നമ്മൾ പുറത്ത് ആണ് വെച്ചിരിക്കുന്നത്. ഇത്ര വലിപ്പമുള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് പുറത്ത് വെക്കുന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയുള്ളൊരു തട്ടൊക്കെ ഇട്ടാണ് അതിൽ തെർമോക്കോളൊക്കെ വെച്ച് അതിൻ്റെ മേളിലാണ് അക്വേറിയം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിലോട്ട് വെള്ളം നിറയ്ക്കുകയാണ്. ഇതിൻ്റെ അളവ് അളവ് പറഞ്ഞല്ലോ, നീളവും വീതിയൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ലിറ്റർ പറയുവാണെങ്കിൽ ഏകദേശം 106 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി ഫുള്ള്. നമ്മൾ അത്രയും വെള്ളമൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 3/4 ടാങ്കോളം വെള്ളം എടുത്തു. നമുക്കിപ്പം ഈ ഗപ്പിയാണ് അതിനകത്തോട്ട് മാറ്റേണ്ടത്. ഇതിന് ബൗളിൽ കിടക്കുന്ന ഗപ്പി ആയതുകൊണ്ട് തന്നെ ഇടയില്ല. അതുകൊണ്ടാണ് നമ്മളിതൊരു ഇത്രയും വലിയൊരു അക്വേറിയത്തിലോട്ട് മാറ്റുന്നത്. നമ്മൾ ഈ ബൗളിൽ കിടക്കുന്ന ഗപ്പിയും പ്ലാറ്റിയും മോളി അങ്ങനെയുള്ള മീനൊക്കെയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് ഈ വലിയ അക്വേറിയത്തിലോട്ട് മാറ്റാം. നമ്മൾ ചെറിയൊരു ഇതുപോലുള്ള അരിപ്പയെല്ലാം എടുത്ത് നമ്മൾ മീനെ മാറ്റുകയാണ്. തീർച്ചയായിട്ടും നമ്മളിതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ലത് നമ്മൾ തന്നെ ഗ്ലാസ് വാങ്ങി. ഇപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവർ നമ്മൾ കൊടുക്കുന്ന അളവിനനുസരിച്ച് കടകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തരും. പിന്നെ ആ പശയും ഗണ്ണും അതിൻ്റെ ആദ്യത്തെ ഒരു ചിലവേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ ഒരു പശ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2-3 അക്വേറിയം വലിയതുണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടും വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി.